ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈനീസ് വിപ്ലവത്തെ പറ്റിയാണ്. ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച് റിപ്പബ്ലിക്കൻ ഭരണത്തിന് തുടക്കം കുറിച്ച വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചരിത്രത്തിലേക്ക് ചൈന ഭരിച്ച അവസാന രാജവംശമാണ് മഞ്ചു രാജവംശം. യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈന സ്വീകരിച്ച നയങ്ങളാണ് കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും. വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ചു രാജവംശം. കറുപ്പ് വ്യാപാരം. ചൈന യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളാണ് പട്ട്, തേയില, മൺപാത്രങ്ങളൊക്കെ. ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ലഹരി പദാർത്ഥമാണ് കറുപ്പ്. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇതിനെ തുടർന്ന് ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്ന യുദ്ധമാണ് കറുപ്പ് യുദ്ധം, ഓപ്പിയം വാർ. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1839 മുതൽ 42 വരെയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിനുള്ള പ്രധാന കാരണം കാൻഡൻ കറുപ്പ് പാർട്ടിയാണ്. ഒന്നാം കറുപ്പ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടൻ പിടിച്ചെടുത്ത ചൈനീസ് പ്രദേശമാണ് ഹോങ്കോങ്. ചൈനയ്ക്ക് ഹോങ്കോങ് തിരികെ ലഭിച്ച വർഷം 1997. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിച്ച ഉടമ്പടി നാൻകിങ് ഉടമ്പടിയാണ്. രണ്ടാം കറുപ്പ് യുദ്ധം നടന്ന വർഷം 1856, 1860 കാലത്താണ്. തുറന്ന വാതിൽ നയത്തെക്കുറിച്ചും പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കാനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്നുള്ള അമേരിക്കയുടെ വാദത്തിന് അടിസ്ഥാനം തുറന്ന വാതിൽ നയമാണ്. ബോക്സർ കലാപം. മഞ്ചു രാജവംശത്തിനെതിരെ ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം. ബോക്സർ കലാപം നടന്ന വർഷം 1900. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈന. ബോക്സർ കലാപത്തിൻ്റെ മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയാണ്. ബോക്സർ കലാപം പരാജയപ്പെട്ടുവെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ശക്തി പകർന്നു. മഞ്ചു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. 1911 സന്യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായിട്ട് നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം. ചൈനീസ് റിപ്പബ്ലിക്കൻ നിലവിൽ വന്ന വർഷം 1912. ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റ് സന്യാത് സെന്നാണ്. ചൈനയുടെ പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്നത് സന്യാത് സെന്നെയാണ്. ദക്ഷിണ ചൈനയിൽ സന്യാത് സെന്നിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചത് കുമിന്താങ് പാർട്ടിയാണ്. സന്യാത് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങളാണ് ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സന്യാത് സെന്നിൻ്റെ ഈ ആശയങ്ങൾ അറിയപ്പെട്ടിരുന്നത് 3 പ്രിൻസിപ്പിൾസ് ഓഫ് ദ പീപ്പിൾ. ദേശീയത, മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്യുക. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായിട്ട് സമത്വം വേണമെന്നാവശ്യപ്പെട്ട് സന്യാത് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. 1925 സന്യാത് സെന്നിൻ്റെ മരണശേഷം അധികാരത്തിൽ വന്ന നേതാവാണ് ചിയാങ് കൈഷേക്ക്. ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചത് ചിയാങ് കൈഷേക്കാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവ് മാവോ സേതൂങ് ആണ്. കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള സഹകരണം ഉപേക്ഷിച്ച് ചിയാങ് കൈഷേക്ക് അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെ എല്ലാം നിയന്ത്രിച്ചിരുന്ന വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷേക്കിൻ്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ലോങ് മാർച്ച്. കർഷകരാണ് ചൈനയിലെ മുഖ്യ വിപ്ലവ ശക്തി എന്ന് വിശ്വസിച്ച മാവോ സേതൂങ് അവരെ സംഘടിപ്പിച്ച് കുമിന്താങ് ദുർഭരണത്തിനെതിരെ പോരാട്ടം നടത്തി. ഇതിനായിട്ട് അദ്ദേഹം രൂപീകരിച്ച സൈന്യമാണ് ചുവപ്പ് സേന. ചിയാങ് കൈഷേക്ക് എന്ന ചൈനീസ് ഏകാധിപതിക്കെതിരെ 1934 ലോങ് മാർച്ച് സംഘടിപ്പിച്ച നേതാവാണ് മാവോ സേതൂങ്. 1934 കമ്മ്യൂണിസ്റ്റുകാർ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ കിയാങ്സയിൽ നിന്നും പടിഞ്ഞാറൻ
യനാനിൽ വരെ നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച് എന്ന് പറയുന്നത്. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച മാവോയുടെ നേതൃത്വത്തിൽ ധാരാളം കൃഷിഭൂമികളും അനേകം ഗ്രാമങ്ങളും ബ്രോക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകിയ യാത്രയാണ് ലോങ് മാർച്ച് റിപ്പബ്ലിക്കിലേക്ക്. എന്നാൽ 1937 ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കുമിന്താങ്ങും ഭിന്നത മറന്ന് പൊതുശത്രുവിനെതിരെ പോരാടി. 1945 ജപ്പാൻ പരാജയപ്പെട്ടതോടെ കമ്മ്യൂണിസ്റ്റുകൾ കുമിന്താങ്ങുകളും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം വീണ്ടും ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആളും പണവും ആയുധങ്ങളും നൽകി കുമിന്താങ്ങുകളെ സഹായിച്ച രാജ്യം അമേരിക്ക. എന്നാൽ ചുവപ്പ് സേനയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സൈന്യം ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ കുമിന്താങ്ങുകൾക്കെതിരെ ആഞ്ഞടിച്ചു. കുമിന്താങ് ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ നാങ്കിങ് ജനകീയ സൈന്യം പിടിച്ചെടുത്തത് 1949 ഏപ്രിൽ 23-നാണ്. കുമിന്താങ് ഭരണത്തിൻ്റെ അധികാരം നഷ്ടമായതിനെ തുടർന്ന് ചിയാങ് കൈഷേക്ക് രാഷ്ട്രീയ അഭയം നേടിയ രാജ്യം തായ്വാൻ. ചൈന മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ആയ വർഷം 1949 ഒക്ടോബർ 1. പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചൗ എൻ ലായ്. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യ പ്രസിഡന്റാണ് മാവോ സേതുങ്. ചൈനീസ് സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവ് മാവോ സേതുങ് ആണ്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന വർഷം 1949. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം നടന്ന വർഷം 1966. വിപ്ലവം തോക്കിൻകുഴിയിലൂടെ എന്ന് പ്രസ്താവിച്ചത് മാവോ സേതുങ് ആണ്. മാവോ സേതുങ് അന്തരിച്ച വർഷം 1976-മാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മുടെ ഈ ചെറിയൊരു ടോപ്പിക്കായ ചൈനീസ് വിപ്ലവം ഇവിടെ പൂർത്തീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ നമ്മുടെ ചാനലിനെ വിജയിപ്പിക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.